ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഉപേന്ദ്രൻ വേണുവിൻ്റെ കഴുത്തിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണുണ്ടോ. നിനക്കിപ്പോൾ എനിക്ക് തരാൻ കാശില്ല, നിൻ്റെ മോളെ കെട്ടിക്കാൻ കാശുണ്ടല്ലേടാ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുത്തിയിൽ നിന്ന് അങ്ങ് വിടുമ്പോഴത്തേക്കും നേരെ ആദർശ് വരുവാണ് കേട്ടോ. ആദർശ് ഇതൊന്നും കാണുന്നില്ല. അപ്പോഴത്തേക്കും ആദർശിനെ കാണുമ്പോഴേക്കും ചോദിക്കും, എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും, അങ്കിളുടെ ഫ്രണ്ടാണോ, എന്താ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ബാ അവിടെ കല്യാണത്തിന് സമയമായി, 5 മിനിറ്റ് കൂടെ ഉള്ളൂ താലി കെട്ടാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉമേന്ദ്രൻ പറയാണ്, ഞാൻ ഇയാൾക്ക് ഇച്ചിരി കാശ് കൊടുക്കാനുണ്ട്, ഞങ്ങൾ തമ്മിൽ ഇച്ചിരി കാശിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു, എനിക്കും കുറച്ച് കിട്ടാനൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആദർശ് പറയാണ്, പക്ഷേ അതിപ്പോഴാണോ സംസാരിക്കണ്ടേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ അതിപ്പോഴല്ല സംസാരിക്കണ്ടേ, പിന്നെ അങ്കിളിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അങ്കിളിൻ്റെ മകളെ കെട്ടുന്ന അനന്തപുരിയിലെ എൻ്റെ അനിയനാണ്, അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, അങ്കിൾ തന്നില്ലെങ്കിലും ഞങ്ങൾ തരും അതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വേണു പറയണേ, അങ്ങനെയൊന്നുമില്ല, എനിക്ക് കൊടുക്കാമെന്നുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഉമേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഉമേന്ദ്രൻ ആദർശനോട് പറയുന്നുണ്ട്, അനന്തപുരിയിലെ പയ്യൻ പറഞ്ഞാൽ എനിക്കെന്താ കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല, ചില കല്യാണം നടക്കട്ടെ, ഞങ്ങളിവിടെ കാണും എന്നുള്ള രീതിയിൽ ഉമേന്ദ്രൻ നമ്മുടെ വേണുവിനോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അതേസമയത്ത് നന്ദുവിൻ്റെ ഫ്രണ്ട്സ് നന്ദു എന്തെങ്കിലും തപ്പി നടക്കുവാണ്. അവിടെ ഒന്നും തപ്പിയിട്ട് നന്ദുവിനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ രാകേഷ് പറയുന്നുണ്ട്, അവർക്കാകെ വിഷമമായി കാണും എന്ന് പറയുമ്പോൾ കൂടെയുള്ള ആൾ പറയണം, അത് സാരമില്ലടാ, അവളുടെ ചേച്ചിയുടെ അവസ്ഥ കണ്ടില്ലേ, എന്തായാലും അവളും കൂടെ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുവാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദു വിളിക്കുവാണ് കേട്ടോ രാകേഷിനെ വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ മരിക്കാൻ പോവുക, എനിക്ക് പറ്റത്തില്ല, എൻ്റെ പേരും പറഞ്ഞ് ആയിരിക്കും ഇനി അനാമികയും തമ്മിൽ വഴക്ക്, അതൊരിക്കലും പാടില്ല, എനിക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന രാകേഷ് പറയുന്നുണ്ട്, നീ എന്തേ പറയുന്നത്, നീ നല്ല ധൈര്യമുള്ള കുട്ടിയല്ലായിരുന്നോ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് നന്ദു ഫോൺ കട്ടാക്കുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന രാകേഷ് ആകെ പേടിച്ച് ഉറച്ചു പോവാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനെന്തായാലും അവിടെ ഒന്ന് പോയി നോക്കട്ടെ, നീ അകത്തോട്ട് ചെല്ലുക, അല്ലെങ്കിൽ എല്ലാവർക്കും സംശയമാവുമെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ നന്ദുവിൻ്റെ മറ്റേ ഫ്രണ്ടിനെ കണ്ടിട്ട് ചോദിക്കുകയാണ്, എടാ നന്ദു എന്തിയേ, മോളെന്തിയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, അങ്കിൾ അവൾക്ക് കല്യാണം കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വിഷമമൊക്കെ കാണുമല്ലോ, അവളിവിടെ എവിടെയോ മാറി നിൽപ്പുണ്ട്, രാകേഷ് കൂടെ ഉണ്ടെന്ന് അങ്കിൾ തോന്നണേന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നന്ദു പാലത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുവാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പഴയ കാര്യങ്ങളും അച്ഛനെയും അമ്മേനെയൊക്കെ കുറിച്ച് ഓർക്കുവാണ് കേട്ടോ. ലാസ്റ്റ് എന്നിട്ട് നന്ദു പാലത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് താഴോട്ട് ചാടുവാണ്. അതേ സമയത്ത് അവിടെ കല്യാണം നടക്കുവാണ് കേട്ടോ. കല്യാണത്തിന് വേണ്ടിയിട്ട് താലിയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന താലിയൊക്കെ എടുത്ത് പൂജിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനാമിക മനസ്സിൽ ചിന്തിക്കുവാണ്, ഇതെന്തൊരവസ്ഥയാണെന്ന് ഓർത്തോണേ, ഇങ്ങേർക്കത് പെട്ടെന്നൊന്ന് പൂജിച്ചുകൂടെ, ഇവിടെ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനില്ല ബാക്കിയുള്ളതെന്ന് പറയുമ്പോഴേക്കും താലി എടുത്തു കൊടുത്ത് അനിയത് അനാമികയുടെ കഴുത്തിൽ കെട്ടുവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രാകേഷ് ഓടി പിടിച്ച് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു ആൾക്കൂട്ടം കാണുവാണ്. അത് കണ്ട് വണ്ടി നിർത്തി നോക്കുമ്പോഴത്തേക്കും അവർ പറയാണ്, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച വള്ളംകാരി കണ്ടു, പക്ഷെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും രാകേഷ് ആകെ തളർന്നു പോവുകയാണ്. കഴിഞ്ഞ് അവരെല്ലാം കൂടെ നന്ദുവിനെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഒരു വണ്ടിക്കകത്താക്കി നന്ദുവിനെ കിടത്തിയിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്. അതേ സമയത്ത് രാകേഷ് പെട്ടെന്ന് ബൈക്കിൽ കയറി തിരിച്ച് കല്യാണ മണ്ഡപത്തിലോട്ട് ചെല്ലുവാണ് കേട്ടോ. ബൈക്കൊക്കെ പെട്ടെന്ന് അവിടെ ഒതുക്കി നിർത്തിയിട്ട് രാകേഷ് അകത്തോട്ട് കയറുവാണ്. കയറിയിട്ട് ഫ്രണ്ടിനോട് പറയുകയാണ്, എടാ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പതുങ്ങി നിൽക്കുവാണ്. എന്നിട്ട് നയനയോടോ ആരോടെങ്കിലും പറയാണ്ട് പറ്റില്ല എന്ന് ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് ഇവർ നയനയോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ചെല്ലുവാണ് കേട്ടോ. ആ സമയത്ത് അനിയും അനാമികയും പരസ്പരം മാല മാറുവും. അനാമികയ്ക്ക് നമ്മുടെ നയന ഡിസൈൻ ചെയ്ത മാല അനിയിട്ട് കൊടുക്കുവാണ് കേട്ടോ. അതൊക്കെ പിടിച്ചു കൊടുക്കും. മാല ഇടാൻ വേണ്ടിയിട്ട് പെങ്ങളുടെ സ്ഥാനത്ത് നമ്മുടെ നയനയാണ് നിൽക്കുന്നത്. ഇതൊന്നും കാണുന്നത് ജാനകിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, എങ്കിലും ഒന്നും പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല കേട്ടോ. ഈ കല്യാണം കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമാണ്. നമ്മുടെ ജലജ മാത്രം ഇച്ചിരി വിഷമിച്ചാണ് കേട്ടോ നിൽക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രാകേഷ് എന്നിട്ട് നയനയോട് പറയുവാണ്, ശശി ഒരു കുഴപ്പമുണ്ട്, ആത്മഹത്യക്ക് ശ്രമിച്ചു, അവളെ ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കുക, കുറച്ച് സീരിയസ് ആണെന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന നയനയാകെ തകർന്നു പോവുകയാണ്. നയന അവിടെ നിന്ന് കരയാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ പണ്ഡിതൻ വരുവാണ് കല്യാണ മണ്ഡപത്തിലോട്ട്. പണ്ഡിതനെ ഇവരാരും കാണുന്നില്ല. പണ്ഡിതൻ മാറി നിന്ന് കല്യാണം ഇങ്ങനെ കാണുവാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കല്യാണം കൂടാൻ വന്ന ഒരാൾ സ്വാമി എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമൊക്കെ കൊടുക്കുവാണ് കേട്ടോ, പുള്ളി ഇരുന്ന സ്ഥലമൊക്കെ. അത് കഴിയുമ്പോഴേക്കും കനകയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നയനയുടെ മുഖത്തെ ഭാവ വ്യത്യാസം. പക്ഷെ ആരും ഒന്നും കല്യാണത്തിൻ്റെ അവിടെ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെന്ന് ചോദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആദർശ് ഇത് ശ്രദ്ധിച്ചിട്ട് ആദർശ് പയ്യെ നയനയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും രാകേഷ് കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇതൊക്കെ കേട്ട് നയന കരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആദർശ് നയനേനെ ഇങ്ങനെ മറച്ചു പിടിച്ചാണ് കേട്ടോ നിൽക്കുന്നത്.
ഒടുവിൽ എന്നിട്ട് ആദർശനോട് പറയാണ്, നന്ദു എനിക്ക് പറ്റില്ല, എനിക്ക് പോകണം എന്നൊക്കെ ഉള്ള രീതിയിൽ നയന സംസാരിക്കുമ്പോഴേക്കും ആദർശ് പറയണം നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് ആദർശ് ജയനോട് പറയാണ്, അച്ഛാ ഞങ്ങൾ ഇപ്പം വരാം, ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് പറയുമ്പോഴേക്കും ജയൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം എവിടെ പോകാനാടോ, ഈ കല്യാണം നടക്കുന്നുണ്ട്, ഇപ്പം വരാം അച്ഛാ, വന്നിട്ടെല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ പണ്ഡിതൻ ഇങ്ങനെ ചിന്തിക്കുവാണ്, ഞാൻ വരാൻ ഇച്ചിരി വൈകിപ്പോയി, ഏത് കല്യാണമായിരുന്നോ നടക്കാൻ പാടില്ലാത്ത അത് തന്നെയാണ് നടന്നത്. ശരിയെന്നോർത്ത് പുള്ളിയാകെ ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുവാണ്. അതേ സമയത്ത് ഇവർ പോകുന്ന കണ്ടിട്ട് നവ്യ കനകയോടും ഗോവിന്ദനോടും ചോദിക്കുന്നുണ്ട്, അവൾ എവിടേക്കായിരിക്കും പോയത്, ആകെ വിഷമിച്ചാണല്ലോ പോയത്, ഈ കല്യാണത്തിനിടയ്ക്ക് തന്നെ ഇതെങ്ങോട്ട് പോകാനാ, നന്ദുവിനെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ ആദർശം നയനയും കാറിൽ പോകാൻ നേരത്ത് ആദർശ് പറയുന്നുണ്ട്, അവർക്ക് തമ്മിൽ ഇത്ര ഇഷ്ടമാണെന്ന് നേരത്തെ അറിയണ്ടായിരുന്നു, അത് നീ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇപ്പം കണ്ടില്ലേ ഓരോരോ അവസ്ഥകൾ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയത്ത് അനി കല്യാണം നടക്കുന്ന സമയം ഫുള്ള് നന്ദുവിനെ മണ്ഡപത്തിൽ മാറി മാറി തിരയുന്നുണ്ട്. നയനെ ആദർശം ഇറങ്ങി പോകുന്ന കാണുമ്പം എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അനി തീരെ സന്തോഷത്തിലല്ല, അനി ആകെ വിഷമിച്ച് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ നയന പറയാണ്, രാകേഷിനോട് പറഞ്ഞാൽ മതിയായിരുന്നു നന്ദുവിൻ്റെ കൂടെ നിൽക്കാൻ, പക്ഷെ അവൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞ് നയന പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഇവർ രണ്ടും ഹോസ്പിറ്റലിൽ എത്തുവാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും നന്ദു ICUവിലാണ്. അപ്പോൾ മുത്തശ്ശനെ കിടത്തിയേക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ, നന്ദുവിനെയും കൊണ്ട് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പം ഒന്നും പറയാറായിട്ടില്ല, നന്ദു നല്ലപോലെ വെള്ളവും കുടിച്ചിട്ടുണ്ട്, പിന്നെ നല്ലപോലെ ചെളി ഉള്ളിൽ പോയിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നയനയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ നയന പൊട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. അത് കഴിയുമ്പോഴേക്കും പറയുകയാണ്, ഇപ്പോൾ ഒന്നും പറയാറായില്ല, പക്ഷേ പോലീസിനെ എന്തായാലും വിളിച്ചിട്ടുണ്ട്, കാരണം ഇതൊരു ആത്മഹത്യാശ്രമമാണല്ലോ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, സാർ പോലീസിനൊന്നും അറിയിക്കല്ലേ, കാരണം അവളുടെ ഭാവിയെ എഴുതിയത് അഫ്റ്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡോക്ടർ പറയുവാണ് കേട്ടോ, അനന്തപുരിക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് നിയമം മാറ്റാൻ പറ്റില്ലല്ലോ ആദർശ്, എന്തായാലും മുത്തശ്ശൻ ഇപ്പോൾ അറിയണ്ട, അദ്ദേഹത്തിന് ICUവിൽ നിന്ന് മാറ്റിയതേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ നില ഇനിയും വഷളാവും എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നല്ലേ അനിയുടെ വിവാഹം, അനിയൻ്റെ, അപ്പം തന്നെ ഈ പെങ്കൊച്ചെന്താ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ പിന്നെ പറയാം എന്ന് പറയുമ്പോഴേക്കും പറയുകയാണ്, എന്തേലും ആട്ടെ, മുത്തശ്ശനെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അറിയിക്കേണ്ട, പിന്നെ ആ കൊച്ചിൻ്റെ കാര്യം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് വീണ്ടും പോവുകയാണ് കേട്ടോ. കഴിയുമ്പോൾ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശ് വിവാഹം ആയതുകൊണ്ട് വേണമെങ്കിൽ പൊയ്ക്കോളൂ, ഇവരിവിടെ നിൽക്കട്ടെ, നയന ഇവിടെ നിൽക്കട്ടെ എന്ന് ഡോക്ടർ പറയുവാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ഇല്ല അവളുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ, അതുവരെ ഞാനിവിടെ നിന്നോളാം എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ ആദർശം നയനയും ICUവിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഡോക്ടർ അകത്തേക്ക് പോവുകയാണ് കേട്ടോ, വീണ്ടും നന്ദുവിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് നന്ദു ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ICUവിൽ കിടക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്